പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 90-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശയുടെ സ്വന്തം സഹോദരനായിരുന്ന അഹരോന്റെ വേർപാടിന് ശേഷം മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനമെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും അല്ലെങ്കിൽ ദൈവിക ദർശനവും, 2-ാം വാക്യത്തിൽ പ്രപഞ്ച ദർശനവും, 3-ാം വാക്യത്തിൽ മനുഷ്യ ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ തുടർന്ന് മാനുഷിക ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മരണാനന്തര ഭാവിയെക്കുറിച്ചും നാം ധ്യാനിക്കുന്നു. സ്തോത്രം. മരണത്തോടെ ജീവിതം തീരുന്നില്ലെന്നും മരണാനന്തര ജീവിതം ദൈവം എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നു എന്നും താൻ വെളിപ്പെടുത്തുന്നു. തുടർന്ന് താൻ ഓർമ്മിപ്പിക്കുന്നു, ഒരാളുടെ ഭൂമിയിലെ ആയുസ് ശരാശരി 70 വർഷം അല്ലെങ്കിൽ ഏറിയാൽ 80 വർഷമാണെന്നും അത് തീരുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നുള്ള ദൈവശബ്ദത്തിന് കീഴടങ്ങി ഈ ലോകം വിട്ട് എല്ലാവരും പോകണമെന്നും ഓർമ്മിപ്പിക്കും. ദൈവമക്കൾ ഈ ലോക ജീവിതത്തിൽ ഓരോരുത്തരും തങ്ങളുടെ നാളുകളെ എണ്ണി ജീവിക്കുന്നവരായിരിക്കണം എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. നിത്യതയെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇവിടെ നന്നായി ജീവിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും വിചാരം ഈ ലോകത്തിൽ ഒത്തിരി വർഷം ജീവിക്കും, 100-150 വർഷം ജീവിക്കും എന്നൊക്കെയാണ്. 150 വർഷം ജീവിക്കുവാൻ ആഗ്രഹിച്ച മൈക്കിൾ ജാക്സൺ കേവലം 50 വയസ്സിൽ തൻ്റെ അമസ്ത്രം മരണത്തിന് കീഴടങ്ങുവാനിടയായി. ലോകപ്രകാരം അനേക അറിവുകൾ പ്രാപിച്ച മോശ നിത്യ ജീവിതത്തിനായി എങ്ങനെ ജീവിക്കണമെന്നുള്ള ജ്ഞാനത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയ, നല്ല അറിവ് നേടിയ മോശ അവൻ പ്രാർത്ഥിക്കുന്നത് ജീവിക്കുവാനുള്ള, അവൻ നിത്യതയിൽ ജീവിക്കുവാനുള്ള, അല്ലെങ്കിൽ നിത്യതയിൽ എത്തുവോളം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ജ്ഞാനത്തിനായിട്ടാണ് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ വിവിധതരം അറിവുകളുണ്ട്, ലോകപ്രകാരം വളരെ ബുദ്ധിമാനും ഉണ്ട്. എന്നാൽ ഈ അറിവുകളൊന്നും തന്നെ ആരെയും നിത്യതയിൽ അഥവാ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളുമെല്ലാം കൊണ്ട് എന്തൊക്കെയോ നേടാമെന്ന് നാം ചിന്തിച്ചിരുന്നേക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. പ്രിയ ദൈവവേദിയിലെ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്ത, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ വഴികൾക്കും എത്രയോ ഉന്നതങ്ങളിലാണ് ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ വഴികൾ. നിത്യതയെക്കുറിച്ചുള്ള ജ്ഞാനം ഹൃദയത്തിലുള്ളവരും അതിൻ പ്രകാരം ജീവിക്കുന്നവരും നിത്യതയിലെത്തും. ആമേൻ. ഈ ലോകത്തിൽ അനേക വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയവരുണ്ട്. ഇവിടെ ജീവിക്കുവാൻ ബുദ്ധിയും അറിവും ഒരു പരിധിവരെ ആവശ്യവുമാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നുള്ള മോശയുടെ പ്രാർത്ഥന അവൻ അർത്ഥവത്താകുന്നത് ഒരുവൻ യേശുവിൽ കൂടെയുള്ള രക്ഷ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. യേശുവിൽ കൂടെയുള്ള രക്ഷ കണ്ടെത്തണമെങ്കിൽ ഒരു ദൈവപൈതൽ അവൻ ദൈവവചനത്തിന് കീഴ്പ്പെടണം, ദൈവവചനം അനുസരിക്കണം. ആമേൻ. പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം. ഒരു ഒരുക്കം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനത്തോടുകൂടെ ആയിരിക്കണം.
ഹല്ലേലൂയ. മരണം ഏതു നിമിഷവും നമുക്ക് സംഭവിക്കാം. അപ്പോൾ നിത്യത നാം എത്തിച്ചേരുമെന്നുള്ള ഉറപ്പും കരുതലും പ്രത്യാശയും നമുക്കുണ്ടായിരിക്കണം. ഓട്ടം തികയ്ക്കണം. ഹല്ലേലൂയ. ഓട്ടം തികയ്ക്കുമ്പോഴാണ് ഓട്ടക്കാരന് സമ്മാനം ലഭിക്കുന്നത്. നമ്മുടെ നഷ്ടപ്പെട്ട അവകാശങ്ങളും പദവികളും സന്തോഷങ്ങളും വീണ്ടെടുത്ത് തരുവാൻ കഴിയുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം വന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവിക ബന്ധത്തിലേക്ക് നമുക്ക് തിരികെ വരുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ നമ്മുടെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തു മരിച്ചു എന്ന് നാം വിശ്വസിക്കുകയും അനുതാപത്തിൽ കൂടെയും ഏറ്റുപറച്ചിൽ കൂടെയും ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ കഴിയുന്നതുമാണ് നമ്മുടെ രക്ഷ. ആമേൻ. കർത്താവിനോടുകൂടെയുള്ള ഭക്തി തന്നെ ജ്ഞാനം. ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് സ്തോത്രം മനുഷ്യനോട് ദൈവം അരുളി ചെയ്യുന്നു. അവസരങ്ങൾ നമ്മെ കാത്തു നിൽക്കാതെ അതിവേഗം കടന്നു പോകുന്നു. വീണ്ടും ജനിക്കാത്തവരും ഇത് ഗ്രഹിക്കുന്നുമില്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് യാചിക്കുന്നത് എൻ്റെ നാളുകളെ എണ്ണുവാൻ തക്ക ജ്ഞാനമുള്ള ഒരു ഹൃദയം ലഭിക്കുവാനായിട്ടാണത്രേ. ഹല്ലേലൂയ. ഒരു ശുഭ പര്യവസാനത്തിനായി ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്രം താലന്താണ് സമയം. അതേ സമയം അത് ഏറ്റവും പരിമിതമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട സമയത്തിൽ പരമാവധി നമുക്കായി രൂപാന്തരപ്പെടുത്താതെ അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് രൂപാന്തരപ്പെടുത്താതെ കർത്താവിനായി പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് അവസരങ്ങളെ വിലയ്ക്ക് വാങ്ങി നന്മ ചെയ്യുവാനും കർത്താവിനായി സാക്ഷ്യം വഹിക്കുവാനും ലഭിക്കുന്ന വേളകൾ ഒരിക്കലും നഷ്ടമാക്കാതെ ഇരിക്കുകയും ചെയ്യാം. സമയം വിലപ്പെട്ടതാണ് പ്രിയ ദൈവവേദനയെ. ഭവനത്തെ സ്നേഹിച്ച്, ഭാര്യയെ സ്നേഹിച്ച്, ഭർത്താവിന് കീഴ്പ്പെട്ട്, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട്, സ്തോത്രം ദൈവവചനത്തിന് കീഴ്പ്പെട്ട്, ദൈവിക ശുശ്രൂഷകളിൽ പങ്കാളികളായി ദൈവമക്കളെ സഹായിക്കുന്നതിൽ പങ്കാളികളായി നാം ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നവരായി തീരുവാൻ നമ്മുടെ സമയങ്ങളെ സ്തോത്രം വിലപ്പെട്ടതെന്ന് അറിഞ്ഞ് ഈ നാളുകളെ എണ്ണുന്ന ജ്ഞാനം ലഭിക്കുവാൻ മോശയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയ ദൈവത്തിലെ ദൈവിക ജ്ഞാനം നാം പ്രാപിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മുമ്പേ നാം ലജ്ജിച്ച് നിൽക്കേണ്ടി വരികയില്ല. അതെ, ഒരിക്കൽ കൂടെ മോശ പ്രാർത്ഥിച്ചതുപോലെ ആത്മാർത്ഥമായി നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കണം. ഞങ്ങളെ ആത്മാവിൻ്റെ ഒരു ഉപദേശം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസിദാസന്മാരെ ദൈവസന്നിധിയിൽ ജ്ഞാനം പ്രാപിക്കുവാൻ, ദൈവകൃപ പ്രാപിക്കുവാൻ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാളുകളെ ഓരോ ദിനവും എണ്ണണം. ഇന്ന് ഞാൻ, നാളെ നീ എന്നുള്ള ദിനങ്ങളെ നാം ഓരോ ദിവസം എണ്ണണം. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പേർ ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ഈ ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുന്നു. അല്പ നേരത്തെ സുഖത്തിനു വേണ്ടി ഈ ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുന്നു. നിത്യതയോളം നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സ്തോത്രം ഉള്ള ജ്ഞാനത്തെ ഞൊടിനേരം കൊണ്ട് നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ യോസഫ് തൻ്റെ ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുവാൻ താൻ തയ്യാറല്ലായിരുന്നു. ഹല്ലേലൂയ. ദാവീദിൽ നിന്ന് ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സ്തോത്രം ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോനിൽ നിന്നും ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേർ ഈ ജ്ഞാനം നഷ്ടപ്പെടുത്തിയപ്പോൾ മോശ പറയുന്നു, ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ ദിവസങ്ങളിൽ ആത്മീയ ഉപദേശങ്ങൾ നിലനിന്നുകൊണ്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹമുള്ള
നല്ല ദൈവമേ, ഞങ്ങളെ ഈ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം എന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്നു മുതൽ നടക്കുന്ന സഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം പകരണം. അനേക ദൈവ കുഞ്ഞുങ്ങൾക്കൊരു വിടുതലായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തീരുവാൻ അനേക വിഷയങ്ങൾ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, രോഗശയ്യയിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചർ, മാരക രോഗത്തിൻ്റെ അടിമകളായിരിക്കുന്ന സ്തോത്രം കർത്താവെ വിലപിക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങൾ കർത്താവ് ഒന്നുപോലും മറന്നു പോകുവാൻ ഇടവരാതെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ആശീർവാദം പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ സകല വിഷയങ്ങൾക്കും സ്വർഗം മറുപടി നൽകി ആദരിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.